ഈ രാഷ്ട്രീയ പകലിൽ കേരളത്തിൽ പലയിടത്തും കണ്ടക്ടർമാർ, ബസ്സിലെ ഡോറിലെ കിളി, അങ്ങനെയുള്ളവരെല്ലാവരും അച്ചപ്പവും ഉണ്ണിയപ്പവും ഒക്കെ വിൽക്കുന്ന പണിക്കിറങ്ങുന്ന കാഴ്ച. അവരോട് മാധ്യമങ്ങൾ വന്നിട്ട് ചോദിച്ചു, ഇത് പ്രാക്ടിക്കൽ ആണോ? നിങ്ങൾ ബസ്സിൽ ഇങ്ങനെ ടിക്കറ്റിനൊപ്പം ഉണ്ണിയപ്പം കൊടുക്കുക, അച്ചപ്പം കൊടുക്കുക, ഇത് പ്രാക്ടിക്കൽ ആണോ? ഒരു കാരണവശാലും പ്രാക്ടിക്കൽ അല്ല എന്നാ തൊഴിലാളികൾ പറയുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഈ നാടിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ വലിയ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു സെക്ടറിനെ, പ്രൈവറ്റ് സെക്ടറിനെ നമ്മൾ കൃത്യമായി ഹോൾഡ് ചെയ്യും, അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ അനുവദിക്കില്ല. പ്രിയദർശിനി സൗജന്യ യാത്ര നൽകിയപ്പോൾ തകരാൻ പോകുന്ന പ്രസ്ഥാനമാണ് പ്രൈവറ്റ് സ്വകാര്യ മേഖല, ബസ്സുകൾ, ബസ് ഉടമകൾ, തൊഴിലാളികൾ. അവരെ കാത്തു സൂക്ഷിച്ചു വെക്കുമെന്ന്. എന്താണ് വിശപ്പടക്കാനാവാതെ ഒരു സ്വകാര്യ മേഖല മുഴുവനും തകർന്നടിയുന്ന രീതിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഒരു നാടിനെ വലിയ സേവനത്തിനായി പ്രിയദർശിനി സൗജന്യ യാത്ര ഓർഡിനറി ബസ്സിൽ മാത്രമായെങ്കിലും നൽകിയപ്പോൾ അതിനെ തൊട്ടടുത്ത് അതിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന സ്വകാര്യ ബസ്സുകൾ വലിയ കഷ്ടത്തിലായതിനെതിരെ ഇന്നുവരെ നിങ്ങൾക്കൊരു പദ്ധതി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞു ടാക്സ് വലിയ രീതിയിൽ കുറച്ചു കൊടുത്തു അവർക്കെന്ന്. പക്ഷേ അത് കുറച്ചു കൊടുത്തെങ്കിലും അവർക്ക് ടിക്കറ്റിൽ ആളില്ല, ടിക്കറ്റ് എടുക്കാൻ ആളില്ല, ആളൊഴിഞ്ഞ ബസ്സുകളാണ്. പ്രിയദർശിനി യാത്രയിൽ KSRTC പോകുന്ന വനിതകളാണെങ്കിലോ ശാരീരിക അസ്വസ്ഥതകൾ പോലും ഉണ്ടാവുകയാണ് അവർക്ക്. ബസ്സിലെ തിക്കും തിരക്കും, ഓർഡിനറി ബസ്സുകൾ ഇല്ല പല സമയത്തും. ആവശ്യമുള്ള സമയത്ത് ഒന്നോ രണ്ടോ ഓർഡിനറി ബസ്സുകളാണ് ഇപ്പോൾ ഉള്ളത് പീക്ക് ടൈമുകളിൽ. അവിടേക്ക് കുത്തൊലിച്ച് സ്ത്രീകൾ കയറുന്ന സാഹചര്യം. ഡെയിലി പോകുന്നവരാണല്ലോ, ഡെയിലി ഓഫീസിലേക്കും ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങളിലേക്കും ഒക്കെയായി പോകുന്ന സ്ത്രീകൾ. അവരുടെ കുത്തൊലിപ്പ് ഈ പറയുന്ന സ്വകാര്യ പ്രിയദർശിനി യാത്രയുമായി ബന്ധപ്പെട്ട് KSRTC ഓർഡിനറി ബസ്സിലേക്ക് ഉണ്ടാകുമ്പോ അവിടെ പുരുഷന്മാരുടെ യാത്രയും അതിലേക്ക് കൂടി വരുമ്പോൾ അവിടെ അധിക ബസ് അനുവദിക്കാത്തത് കൊണ്ട് തന്നെ വലിയ ദുർഘടാവസ്ഥയിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ പറയുന്ന സ്വകാര്യ ബസ്സിന് ഒരു ഓൾട്ടർനേറ്റീവ് റെമഡി കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ അതും സാധിക്കുന്നില്ല. അവിടെയാണ് CP ജോൺ പറയുന്നത് ടിക്കറ്റ് ഇതര വരുമാനത്തിലേക്ക് കടക്കണമെന്ന്. അതും പരീക്ഷിച്ചു നോക്കിയിരിക്കുന്നു സ്വകാര്യ ബസ് തൊഴിലാളികൾ. ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കിയാൽ കാണാം, അച്ചപ്പവും കുഴലപ്പവും ഉണ്ണിയപ്പവും ഒക്കെ കൊടുക്കുന്ന സ്വകാര്യ ബസ് തൊഴിലാളികൾ. അതുപോലും പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് തകർന്നടിയുന്ന ഒരു വ്യവസ്ഥ, ഒരു വ്യവസായം.